ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ബിസിനസ് കണ്ണൂരിൻ്റെ മീറ്റപ്പാണ് കേട്ടോ. ഞാനൊരു ക്രാഫ്റ്റർ ആയതുകൊണ്ട് ഇത് ക്രാഫ്റ്റേഴ്സിന് മാത്രമുള്ളൊരു മീറ്റപ്പല്ല. ഹോം മെയ്ഡ് ബേക്കേഴ്സ്, ഹെന്ന ആർട്ടിസ്റ്റ്, ക്ലോത്ത് ബ്രാൻഡിങ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് BK. ഇവിടെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഉണ്ട്. ലിമിറ്റഡ് സ്ലോട്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വെക്കണം. മോർണിംഗ് ഇവിടെ എത്തിയാൽ നമ്മളെ നെയിം വിത്ത് ബ്രാൻഡ് നെയിം നമ്മൾ പറഞ്ഞ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് ഒന്ന് കൺഫേം ആക്കുക. പിന്നെ ഇതാരാന്ന് ചോദിച്ചാൽ BKൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാം. നമ്മൾ NSF നമ്മൾ ശരിക്കും BK എന്നാണ് വിളിക്കുക. 9:30 ആകുമ്പോഴേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. 10:30 ആകുമ്പോഴാണ് നമ്മളെ മെയിൻ ഗസ്റ്റസ് വരുന്നത്. അതുപോലെ നമുക്ക് കുറേ സ്പോൺസേഴ്സ് ഉണ്ട്. അത് വേറെ ആരുമല്ല കേട്ടോ, നമ്മൾ ഇന്നത് പരിചയപ്പെടുന്ന ചില ബ്രാൻഡ് അവരുടെ പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും എത്തിയതിന് ശേഷം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇതിനു മുമ്പ് 3 മീറ്റപ്പിനും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ബ്രാൻഡാണ് ഇതുവരെ ഞാൻ പരിചയപ്പെട്ടതെല്ലാം. ശരിക്കും നമ്മൾ ഈ മീറ്റപ്പിന് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരുപാട് ബിസിനസ് ടിപ്സ്, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അങ്ങനെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. So hello everyone, ladies and few gentlemen. Business Kannur has always been more than just a network. It is a family bound together by support, collaboration and shared dreams. Today we gather once again to celebrate the spirit at Ignite, an exclusive meet for budding entrepreneurs and creators. This day is not just about building connections, but about creating lasting relationships and inspiring journeys. So as we begin, let us embrace the vision of Business Kannur, to uplift one another, to grow together and to spark ideas that can shape the future. With great excitement, I welcome you all to this gathering where voices will be heard, dreams will be shared, and together we will create memories that last beyond today. So welcome to Business Kannur presents Ignite, sponsored by Malik Events, Aerogram, Glassway and Fastbox. So welcome all. So for presidential remarks, now let's invite the visionary behind the very foundation we stand upon today, Mr. Naseef, the esteemed founder of Business Kannur, a one-man army. He has single-handedly established this incredible platform, nurturing and fostering an environment where entrepreneurs thrive. His efforts have woven a strong bond between us. He truly enriched the spirit of entrepreneurship within us. I proudly invite Mr. Naseef to speak a few words. Give a round of applause, please. Hello. Good morning. Assalamu alaikum. എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സുഖമല്ലേ? So I'm not becoming so formal. Okay. കൂടുതൽ ഫോർമൽ ആവുന്നില്ല. So first of all, very thankful. Okay. So ഞാൻ പറയാറുള്ളൂ, ജീവിതത്തിൽ വന്നു 30 രജിസ്ട്രേഷൻസ് അല്ലേ ഉള്ളൂ. നമുക്ക് നടക്കാൻ പറ്റും ഇപ്രാവശ്യം, കാരണം 10 days കൊണ്ട് അറേഞ്ച് ചെയ്ത ഇവന്റ് ആണ്. ബട്ട് at the end we got 100 registrations and almost 30 to 40 ആൾക്കാർ ഇപ്പോഴും പെൻഡിംഗ് ആണ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എപ്പോഴും പറയുന്നത് പോലെ നെക്സ്റ്റ് ടൈം they will get chance. So first of all, very warm welcome. എല്ലാവരും വന്നതിൽ സന്തോഷം. ബിക്കോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസിൽ കൂടെയൊക്കെ എല്ലാവരും പരിചയപ്പെടുന്ന ആൾക്കാരാണ്. സോ ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതിൽ വെരി ഹാപ്പി. So we have been doing this from since 2020. So 5 years, and this is the 4th meet. So my role is just warm welcome to everyone, and we have our guest Mr. Nisar. Welcome sir. So എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഒരു മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നിങ്ങൾ വന്ന് വെറുതെ ഇവിടെ ഇരിക്കാനല്ല, ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ തമ്മിൽ പരിചയപ്പെടാം. എന്ന് രാവിലെ കുറച്ച് ടിപ്സ് ഇട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആരും സംസാരിക്കുന്നില്ല, വെറുതെ പോയിട്ട് ഒന്ന് മുട്ടുക. ഓക്കെ നിങ്ങളുടെ പേരെന്താ, എവിടെ സ്ഥലം, എന്താ ചെയ്യുന്നത്, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഇന്നത്തെ എൻജോയ് ചെയ്യാം. നമുക്ക് 2-3 ഗസ്റ്റ് ഉണ്ട്, കുറെ ചാലഞ്ചസ് ഉണ്ട്, കുറെ inspiring platform in Kannur that brings stories to life and fosters creative voices. A passionate storyteller, entrepreneur and trainer, Mr. Nizar Patuam has built a vibrant community through his work. Mr. Nizar Patuam to share a few words with us.
നമുക്കിന്ന് ഗസ്റ്റായിട്ട് നിസാർ സാറാണുള്ളത്. നിസാർ പട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കുറേ തവണയായിട്ട് റീൽസിലും ഷോർട്സിലൊക്കെ സാറിൻ്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് സാറിൻ്റെ ഒരു ക്ലാസ് നേരിട്ട് കേൾക്കുന്നത്. അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. നമുക്ക് കുറേ ബിസിനസ് ടിപ്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞ ക്ലാസ്. സ്ഥലം കണ്ണൂർ തന്നെയാണ്. നമ്മളൊക്കെ കണ്ണൂരുകാരാണല്ലോ അല്ലേ? ആദ്യമായിട്ടാണ് ഇത്രയും കണ്ണൂരുകാര് ഒരുമിച്ചുള്ള സ്ഥലം. പൊതുവെ ഞാൻ പുറത്താണ് ഉണ്ടാവല്. അപ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, ആ സ്പേസ് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെറിയ സ്ഥലത്തല്ലേ ഉണ്ടാവുക, അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് അതിന്റെ സറൗണ്ടിങ്സേ വരുള്ളൂ. അപ്പൊ നമ്മളത് വേറെ സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്താലോ റേഞ്ച് മാറില്ലേ? കുറെ കസ്റ്റമേഴ്സ് നമുക്ക് വരും. ഇവിടെ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കോമ്പറ്റീറ്റേഴ്സ് കൂടും. വലിയ മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് എഫക്ട് ചെയ്യില്ല കോമ്പറ്റീറ്റേഴ്സ്. ഞങ്ങളുടെ സ്റ്റോറി പ്ലേയേഴ്സ് ക്ലബിന്റെ ഒരു ഗ്രോ സ്റ്റേജ് ഉണ്ടായിരുന്നപ്പോൾ എക്സ്പെൻഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഈ കേരളം എന്നുള്ള മാർക്കറ്റ് മാത്രം പിടിച്ചു. അപ്പൊ ഒരു പ്രോഡക്റ്റ് മാത്രം നമുക്ക് ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ സ്ട്രാറ്റജിസ്റ്റ് പറഞ്ഞു പറ്റൂല, മാർക്കറ്റ് മാറ്റണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ GCC പ്ലാൻ ചെയ്തു. GCC നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ഗ്രോത്ത് ഒരു 10x 100x ഒക്കെ മാറി. വൻ ഗ്രോത്ത് കിട്ടി. അത് ഈ മാർക്കറ്റ് മാറിയോണ്ടാണ്. മാത്രമല്ല ഗൾഫിലെ മാർക്കറ്റിന് ഗുണമുണ്ട്. അവിടെ ഇന്ത്യൻ റുപ്പിലെല്ലാം കിട്ടും, ദീർഘത്തിലാണ് കിട്ടും. അതിന് മാറ്റം വരുമ്പോഴേ നമ്മൾ ഇവിടത്തേക്കാൾ റേറ്റിൽ കുറെ വ്യത്യാസം വരും. മാത്രമല്ല നമ്മളത് സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ജനറേഷൻ വളർന്നു വരുന്നത്. നിങ്ങൾ ഇപ്പോഴേ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കല്ലേ മക്കളെ? കുറച്ച് വലുതായിട്ട് തുടങ്ങിയിട്ടുള്ള ബിസിനസ് എന്താ ശ്രദ്ധിക്കുന്നു ക്ലാസ്സൊക്കെ. ഇങ്ങനെ പാരമ്പര്യമായിട്ടാണല്ലേ ഇവിടെ പദ്ധതികളിൽ പോയി എക്സ്പാൻഡ് ചെയ്യാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പൊ നമുക്ക് ഏത് വേൾഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമല്ലേ? നമ്മുടെ ഷോപ്പ് നോക്കുമ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത് കോസ്റ്റ് കൂടുതലാണ്. എക്സ്പാൻഡ് ചെയ്യാൻ കോസ്റ്റ് കൂടുതലാണ്. നമ്മൾ വൈഡർ ചെയ്യാം, നമ്മുടെ ഏരിയ വൈഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ ബിസിനസ് കൂടും, ബിസിനസിന്റെ വോളിയം മാറും. എക്സ്പാൻഡ് ചെയ്യാം. നാലാമത്തെ പോയിന്റ്. ഇപ്പത്തെ 4 പോയിന്റ്. എട്ടാമത്തെ ഒന്നാമത്തെ റിച്ച് ആവുന്നതിനേക്കാൾ നല്ലത് വെൽത്ത് ആവുന്നതാണ്. രണ്ടാമത്തത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യിക്കാൻ വരും, അതുവരെ വെയിറ്റ് ചെയ്യാം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത് 3 സ്റ്റേജ് ഉണ്ടാവും ബിസിനസ്സിൽ. ആദ്യം പട്ടിപ്പണി എന്നൊക്കെ നമ്മൾ പറയും. പട്ടിപ്പണിയല്ല, ഫസ്റ്റ് എഫേർട്ട് കൂടുതൽ, റവന്യൂ കുറവ്, പിന്നെ 2 ഈക്വലോ, മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത് എക്സ്പാൻഡ് ചെയ്യാം. അഞ്ചാമത്തത് 4 കഴിഞ്ഞ് അഞ്ചാമത്തെ വഴി നിങ്ങൾക്ക് 2 or 3 ഇൻകം പാക്കുകൾ വേണം. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്നു, പൈസ കിട്ടുന്നു. ഒരു സമയത്തല്ലേ കിട്ടുള്ളൂ. യെസ്, ഒരു കസ്റ്റമേഴ്സിന് റിപ്പീറ്റ് ചെയ്ത് പൈസ കിട്ടാവുന്ന സോഴ്സ് ഉണ്ടാക്കണം. ലോങ് ടേം പ്രോസസ്സിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം ഒരു നിശ്ചിത ഗ്യാപ്പിൽ അയാൾ നമുക്ക് പൈസ തന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ലോങ് ടേം റവന്യൂ വേണം. ഒന്നാമത്തത് ഫീസ് കൊടുക്കുന്നു, പൈസ കിട്ടും, ഒരു പാറ്റേൺ. രണ്ടാമത്തെ പാറ്റേൺ ലോങ് ടേം ആയിട്ട് ഒരു 3 മാസം 4 മാസം അല്ലെങ്കിൽ 5 മാസം ഗ്യാപ്പിൽ നമുക്ക് പൈസ വേണം. ചിലപ്പോൾ കോഴ്സ് നമുക്ക് നടത്താം. ഇത് നിങ്ങൾ ചെയ്യുന്ന പഠിപ്പിക്കാം. 3 മാസം കോഴ്സാക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഫീസായിട്ട് വാങ്ങാൻ പറ്റും. മൂന്നാമത്തത് പാസീവ് ഇൻകം കൂടി വരണം. 4 കൂടി ഡബിൾ ചെയ്ത് 30 ദിവസം വരെ തരാം. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? രണ്ടാമത്തെ ചൂസ് ചെയ്യുന്നത് കൈ വെക്കും. 1 രൂപ 2 രൂപ ഇത്ര ആളുകളല്ലേ? രണ്ടാമത്തെ ചൂസ് ചെയ്യുന്ന 10 കോടി ചൂസ് ചെയ്യുന്നത് കൈ വെക്കും. എന്തരാവേശം 10 കോടി ചൂസ് ചെയ്യാൻ കാരണം ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാലോ. മനസ്സിലായി പോയി. 10 ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി 1 രൂപ പറഞ്ഞ ആളുകൾ നിങ്ങൾ എന്തുകൊണ്ട് 1 രൂപ പറഞ്ഞത്? ഡെയിലി കൂടി കഴിഞ്ഞ് ഇത് 1 മാസം കിട്ടൂല്ലോ, 30 ദിവസം കിട്ടൂല്ലോ. എന്താ ഉദ്ദേശിച്ചേ? ജീവിതകാലം മുഴുവൻ 30 ദിവസം. അങ്ങനെയാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? 10 കോടി ഇന്ന് മാറ്റി. എന്നാലും തന്നെയാ, ഇന്ന് മാറ്റൊന്നുമില്ല. ഓപ്ഷൻ കൂടി പറയാം. 10 കോടി 1 മാസം മൊത്തത്തിൽ 10 കോടി. രണ്ടാമത്തെ ഓപ്ഷൻ 1 രൂപ 2 രൂപ 4 രൂപ എട്ടിപ്പിച്ചിട്ട് 30 ദിവസത്തേക്ക് തരും. ഇതിൽ ഏത് ചൂസ് ചെയ്യും? രണ്ടാമത്തെ ചൂസ് ചെയ്തോ? നിങ്ങൾ രണ്ടാമത്തെയാ? കാരണം കൂടി പറയണേ. എന്നാ ഒന്നാമത്തെ മതി. ഒന്ന് മതി. ഇതിലേതാ വലുത്? എന്തുകൊണ്ട്? യോ മോൻ
എന്താ ഫീൽഡ്? 1 രൂപ ഒരു ദിവസം പറഞ്ഞില്ലേ, അത് ഓരോ ദിവസം ഡബിൾ ചെയ്യില്ലേ? നമ്മൾ എത്ര പൈസ ആണെന്ന് അറിയുക? ഫസ്റ്റ് ദിവസം 1 രൂപ, സെക്കൻഡ് ഡേ 2, മൂന്നാം ദിവസം 4, നാലാമത്തെ ദിവസം 8, അഞ്ചാമത്തെ ദിവസം 16, ആറാമത്തെ ദിവസം 32, ഏഴാമത്തെ ദിവസം 64, എട്ടാമത്തെ ദിവസം 128, 120 റൗണ്ട് ചെയ്യുക, 9-ാമത്തെ ദിവസം 240, 10-ാമത്തെ ദിവസം 500, 11-ാമത്തെ ദിവസം 1000, 12-ാമത്തെ ദിവസം 2000, 13-ാമത്തെ ദിവസം 4000, 14-ാമത്തെ ദിവസം 8000, 15-ാമത്തെ ദിവസം 16000, 16-ാമത്തെ ദിവസം 32, 17-ാമത്തെ ദിവസം 64, 18-ാമത്തെ ദിവസം സഹായം വേണ്ടി വരും 128. അങ്ങനെ അവസാനം വലിയ പൈസ അതായത് 20 കോടിയേക്കാൾ വളരെ ഹൈ ആയിരിക്കും ആ പൈസ. നമ്മൾ റിച്ച് ആവണോ വെൽത്തി ആവണോ എന്നുള്ള ചോദ്യമില്ലേ, അതാണ് ഒന്നാമത്തെ എന്റെ പോയിന്റ്. നിങ്ങൾക്ക് റിച്ച് ആവണോ വെൽത്തി ആവണോ? റിച്ച് ആവണമെന്നുള്ള സിംഗിൾ ആയിട്ട് നമുക്ക് വലിയ പൈസ ഉണ്ടെന്ന് റിച്ച് എന്ന് പറയും. ലോങ് ടേം ആയിട്ട് ആ പൈസ കീപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് പറയും? വെൽത്തി എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് അതാണ്. ഒന്നാമത് നിങ്ങൾക്ക് ഗുണം എന്താ അറിയോ? ബിസിനസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ലേഡീസിനാണ്. എന്തുകൊണ്ടാണ്? ബേസിക് സ്കില്ല് ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്കില്ല് ഉണ്ട്, ബിസിനസ്സുകാരന് വേണം. സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യം ചെയ്യുന്ന ലേഡീസ് ജെൻസാണ്. ലേഡീസ് നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടിയുടെ റൂമും പെൺകുട്ടിയുടെ റൂമും നോക്കിയാൽ മതി. അത് ആൺകുട്ടിയുടെ റൂമും പ്രത്യേക റൂമായി ഇല്ലേ, 4 ഭാഗത്താണ് ഉണ്ടാവുക. ലേഡീസിന്റെ റൂമോ നീറ്റാക്കി ഓരോന്നിനും സ്ഥലം ഉണ്ടാവും. നമുക്ക് എല്ലാത്തിനും എല്ലാ ഒരു സ്ഥലമാണ്, എല്ലാം അവിടെ നിന്ന് തെരഞ്ഞുകൊണ്ടിരിക്കും. സിസ്റ്റമാറ്റിക് ആണ് നിങ്ങൾ പ്ലാനിങ്, മാരകമായിരിക്കും. ഫിനാൻസ്, ഞാൻ പറയുന്നത് പൈസ ഒഴുക്കി വെക്കാൻ ഏറ്റവും കൂടുതൽ പറ്റും ലേഡീസിന് ജെൻസിന്. ലേഡീസിന് അപാരമില്ലാതെ നമ്മള് ചെലവിന് കൊടുക്കില്ല പൈസ. ഒരു 1000 രൂപ എക്സ്പെക്ട് ചെയ്ത് ചെലവ്, അല്ലെങ്കിൽ 10000 രൂപ എക്സ്പെക്ട് ചെയ്ത് ചെലവ്. ഇവരെന്ത് ചെയ്യും? അത് 800 8,000 ചുരുക്കും, 2000 ബാക്കി വെക്കും. ഇനി ചില ലേഡീസിന്റെ പ്രത്യേകത എന്താ അറിയോ? അവർക്ക് വരുമാനം ഉണ്ടെങ്കിലും ആ വരുമാനം ചെലവാക്കില്ല. ഹസ്ബൻഡിനെ കൊണ്ട് ചെലവായിരിക്കും. ചെലവ് മൊത്തം ഹസ്ബൻഡ്, ബാക്കി 9 പൈസ തന്നെ ബാക്കി ഉണ്ടാവണം. പക്ഷെ ഏറ്റവും രസമുള്ള സംഗതി, ഈ പൈസ ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് അവസാനം ഹസ്ബൻഡിന് ആവശ്യങ്ങൾ എല്ലാം നടത്തു പിന്നെ എടുക്കാൻ തുടങ്ങും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലേ? യെസ്, ആ സ്കില്ല് നിങ്ങൾക്ക് ഇല്ലേ? ഫിനാൻസ് മാനേജ്മെന്റ് സ്കില്ല് അടിപൊളി. ഏറ്റവും കൂടുതൽ ശരിക്കും ഒരു ബിസിനസ് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ലേഡീസിന്റെ എന്താണ്? ജെൻസിനേക്കാൾ. കഫേ കോഫിയുടെ എല്ലാ പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ? ഭയങ്കര സാധനം അത് നിങ്ങൾ എന്റെ ആളാ. യെസ്, നമ്മളവിടെ പറഞ്ഞത് ബിസിനസ്സില് സ്റ്റാർട്ടിങ്ങിൽ കുറേ എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. നമ്മൾ അതിനെ പട്ടിപ്പണി എന്ന് പറയും ഇല്ലേ? പക്ഷെ പട്ടിപ്പണി എന്ന പണിയില്ല. ചില ആൾ പറയുന്ന സ്ഥിരമായിട്ടുള്ള ഡയലോഗാണ്, പട്ടിപ്പണിയാണ്. ഞാൻ പട്ടിപ്പണിയിട്ട് വളർത്തിയ സ്ഥാപനമാണിത്, അവിടെ എനിക്ക് പട്ടിപ്പണിയാണ്. പട്ടിക്ക് എന്താ പണി? പട്ടിപ്പണി പണിയില്ല. നിങ്ങൾ നോക്കിയാ രാവിലെ എഴുന്നേൽക്കുന്നു, 4 ഭാഗത്തോട് നടക്കുന്നു, 2 കുരക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഞാൻ പട്ടിപ്പണി പറയാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക അല്ലേ? അങ്ങനത്തെ ഒരു ടൈം വരെയുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ, എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവരല്ലേ? നമ്മൾ ഫസ്റ്റ് റീലിന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 ലൈക്കല്ലേ നമ്മളതും മറ്റേ നമ്മുടെ കുടുംബക്കാരനും 3-4 ലൈക്കാണ് കിട്ടുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു മൂവി ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവും. ആ ക്ലിക്കാവുന്ന വീഡിയോയുടെ കണ്ടിന്യൂസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ലോഡ് ചെയ്യേണ്ടി വരും. പ്രൊഡക്റ്റിന്റെ കേസിലാക്കാൻ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന് കുറെ മാറ്റം വരുത്തേണ്ടത് മനസ്സിലാവും, മാറും. കുറച്ച് കാലം നമ്മൾ തുടങ്ങിയ പ്രൊഡക്റ്റീവ് ആയിട്ടില്ല, വേറെ ഏതോ പ്രൊഡക്റ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതുപോലെ കസ്റ്റമേഴ്സും ഉണ്ടാവും. നമ്മളെ ബിസിനസ്സിൽ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റിയ കസ്റ്റമർ നമുക്ക് വരാനുണ്ട്. നല്ല കിട്ടുന്നത് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ സാധനവും കിട്ടും. നല്ലൊരു കസ്റ്റമർ വരാനുണ്ട്. ആ കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? യെസ്, നിങ്ങൾ ഇപ്പൊ തുടങ്ങിയ ബിസിനസ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മാറി പോകും. മൂന്നാമത്തത്, ബിസിനസ്സിന് 3 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ്, ഇവരെ വേഗം ക്ലാസ്സിൽ കയറ്റിയാലോ? ശരി, ഒന്നാം സ്റ്റേജ് നല്ലോണം പണിയുണ്ടാവും, വരുമാനം വളരെ കുറവായിരിക്കും സ്റ്റാർട്ടിങ്. അങ്ങനെയാണ് നിങ്ങൾക്ക് അവസ്ഥ എന്താ? പണി കൂടുതലും റവന്യൂ കുറവും. ഫസ്റ്റ് സ്റ്റേജ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ടും റവന്യൂ ഈക്വൽ ആവും.
നമ്മൾ പണിയെടുക്കുന്നതനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാവും. മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് കുറച്ച് പണിയും കുറേ പൈസയും. അതാണ് അടിപൊളി സ്റ്റേജ്. ഇങ്ങനെ 3 സ്റ്റേജ് നമുക്ക് ഉണ്ടാവുക. നിങ്ങളിപ്പോ ഏത് സ്റ്റേജിലാണ് ഉള്ളത്? ഒരേ പണിയായിരിക്കും അല്ലേ? അതുണ്ടാവും, എല്ലാവർക്കുള്ള സാധനമാണ്. ഫസ്റ്റ് എഫേർട്ട് കൂടുതലായിരിക്കും, റവന്യൂ കുറവായിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എഫേർട്ടും റവന്യൂ ഇല്ലാവും. മൂന്നാമത്തെ സ്റ്റേജിൽ കുറച്ച് എഫേർട്ട് കൂടുതൽ റവന്യൂ ഉണ്ടാവും. ചില ആളുകൾ പറയാം പട്ടിപ്പണി എന്ന് പറയില്ലേ, അവിടെ കയറട്ടെ. So moving forward, next we have a duo whose bond reflects joy, partnership and strength. Together, Farha and Sahel embody the beauty of shared journeys, standing as an example of how love and companionship can inspire those around them. With great delight, I invite Farha and Sahel to address us today. Welcome. നമ്മൾ വേറൊരു ഗസ്റ്റായിരുന്നു, ഫർഹ ആൻഡ് സഹൽ. ദർ വാസ് സംതിങ് ക്യൂട്ട് കപ്പിൾസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് കുറച്ച് ചിറ്റ് ചാറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആക്ടിവിറ്റീസും കൂടി അവരോട് ഉണ്ടായിരുന്നു. ഒരു ഹോൾ ഡേ അവർ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യന് നമുക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ നമുക്ക് റിപ്ലൈസ് തന്നിട്ട് നമുക്ക് ഓരോ ഐഡിയാസും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഒരു ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ ജേർണി, പിന്നെ അതിനുശേഷം നമുക്കൊരു Q&A എന്നുള്ള രീതിയിൽ. നമ്മൾ രണ്ടാളും സോഷ്യൽ മീഡിയ ജസ്റ്റ് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യൽ മാത്രമല്ല, രണ്ടാളും അതിൽ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു Q&A സെഷനാണ് ഇപ്പോൾ ഉണ്ടാകും. അതിനുശേഷം ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബ്രേക്കിന് ശേഷം എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ജനിച്ചത് വൈദ്യുതി ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്, സോറി അതിങ്ങനെ സംസാരത്തിൽ വന്നത്. സോ ജനിച്ചത് തലശ്ശേരിയിലാണ്, ഞാൻ നാട്ടിലാണ് ഫുള്ള് പഠിച്ചതല്ല. സോ പഠിക്കുമ്പോൾ ഈ എന്താ പറയുക, ഈ ആർട്സിൽ ഭയങ്കര താല്പര്യം. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. സോ സ്പെഷ്യലി അവർ സ്പീക്കയുടെ മീറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ യു ഗൈസ് ഹാവ് ടു പ്രൗഡ് ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നു നിങ്ങളുടെ ആക്ടിവിറ്റി, നിങ്ങളുടെ സെഷൻസ്. സ്പെഷ്യലി നമ്മുടെ മെമ്പേഴ്സ് തന്നെ ഓരോന്ന് ക്രാഫ്റ്റ് ചെയ്ത് മേക്ക് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ഇങ്ങനെയൊക്കെ ചെയ്ത ഐറ്റംസ് ആണ്. ഓക്കെ, സോ ഡു സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ യു റിയലി എൻജോയ്. Really gift ആണ്. So we really appreciate everyone. Okay, അവരുടെ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഹാർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഗിഫ്റ്റ്സും. ഈ കേക്കും ഒരു ഷുഗർ ഡയറീസ് എന്ന് പറഞ്ഞ ഒരു ഷുഗർ ഡയറീസ് എന്ന് പറഞ്ഞൊരു ഹോം ബേക്കറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഇവന്റ് വരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എ സ്പെഷ്യൽ. നമ്മളെ പ്രോഗ്രാം കേക്ക് കട്ടിങ്, അതിനുശേഷം ഒരു ഫോട്ടോ എടുക്കുകയും കൂടി ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിനെ ബിസിനസ് കണ്ണൂരിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഷെയർ ചെയ്യുക. നമുക്ക് ഇയർലി ആയിട്ടാണ് നസീബ്ക്ക ഈ ഒരു ഗ്രൂപ്പ് മീറ്റപ്പ് വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ഉള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Let's watch another vlog.